ഇവള് നല്ലൊരു സംരംഭക കൂടിയാണ് അല്ലേ? കുട്ടികളെ എംപവർ ചെയ്തെടുക്കുക കുട്ടികളെ. എന്താണ് നിന്റെ സ്ഥാപനത്തിന്റെ പേര്? ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഇടവണ്ണുള്ള ഒരു കുഞ്ഞു സ്ഥാപനം, അത് നമുക്ക് വലുതാക്കിയിട്ട് നല്ല ഓൺട്രപ്രണറിങ് ആളുകളെയും അതുപോലെ ആക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിന് നമ്മുടെ ഖലീൽ ഡോക്ടറിന്റെ അംബാസഡർ ആക്കാൻ നമുക്ക് കഴിയാൻ പറ്റണം. അത്രയും വലിയൊരു സ്ഥാപനമാവണം നമ്മുടേത് കേട്ടോ. ഓക്കെ, എല്ലാവരും സ്ഥാപനമായിട്ട് സഹകരിക്കുക. ഇവള് നീ അതിന്റെ പ്രിൻസിപ്പാൾ കം എല്ലാം ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ലക്ഷ്യം വിചാരിച്ചു. എന്റെ കുഞ്ഞു ലക്ഷ്യമാണ്. പക്ഷെ ഇവിടെ കൺസെപ്റ്റ് വലിയൊരു ലക്ഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ലക്ഷ്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ലക്ഷ്യം. അതിനെ ഞാൻ വലിയൊരു ലക്ഷ്യമാക്കിയിട്ട് ഒരുപാട് കുട്ടികളെ വളർത്തിയെടുത്തിട്ട് അവരുടെ ഫ്യൂച്ചറിൽ ആരാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യ എന്ന് പറയുന്ന തരത്തിൽ ഇതിനെ മാറ്റിയെടുക്കും. അതിന് നല്ല സപ്പോർട്ട് നമ്മുടെ സാറിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഷുവർ. എന്തായാലും കുട്ടികളിൽ ലക്ഷ്യം കണ്ടെത്തി കൊടുക്കലാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യം. കാരണം അലക്ഷ്യരാണ് ഇന്ന് കുട്ടികൾ. ആ കുട്ടികൾക്ക് ലക്ഷ്യബോധം കണ്ടെത്താൻ വേണ്ടി ഏതൊക്കെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്? നിലവിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷന് UP ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ NIOSന്റെ +2, 10ാം ക്ലാസ്, അതുപോലെ 6 യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രികൾ, പിന്നെ മോണ്ടിസോറി പ്രീ പ്രൈമറി കുട്ടികളെ ചെറു പ്രായത്തിലേ ഇങ്ങോട്ട് വളർത്തിയെടുക്കണം. കാരണം ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ എന്താ മക്കളെ നിങ്ങളെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലക്ഷ്യമല്ല, അവർക്ക് ലക്ഷ്യമല്ല. ഞാനൊരു ചെറുതായിട്ടൊരു കൗൺസിലറും കൂടെയാണ്. വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ടാവും. അതൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് ലക്ഷ്യ, എഡ്യൂക്കേഷണൽ ഹബ്. വെരി ഗുഡ്. കാരണം എന്താ അറിയോ, ഒരു എഞ്ചിനീയർ ഒരു പ്ലാനിങ് ഇല്ലാതെ വീട് ഉണ്ടാക്കാൻ നോക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? അതുപോലെയാണ് നമ്മുടെ കുട്ടികൾ മിക്കവാറും. അവർക്ക് എന്താവണം എന്നുള്ളൊരു ലക്ഷ്യം രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അല്ലേ? അത് നമുക്കൊരു ടെസ്റ്റ് ഒക്കെ ഉണ്ട്. 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ സമയത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ഒരു പ്രൊഫഷനിക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ